കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. ചില സമയത്ത് നമുക്ക് നമ്മുടെ എനർജി ഇല്ലാത്ത പോലെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ്സ് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിരാശ, ഇതുതന്നെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. നിരാശയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി പോവുക, നമ്മളൊന്നും പ്രതീക്ഷകളില്ലാതെ നമുക്ക് എന്ത് വന്നാലും വളരെ വിഷമിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പോസിറ്റീവ് ഊർജം, നമ്മളിൽ ഉണ്ടായിരുന്ന ആ പോസിറ്റീവ് ഊർജം നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് പറയാൻ പോകുന്നത്. ഉണ്ണികൾക്ക് വിഷമം വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയോ? ഉണ്ണികൾക്ക് വിഷമം വരുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. ചില സമയത്ത് നമുക്ക് ഈ നെഗറ്റീവ് എനർജി വരുമ്പോൾ, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് കാലദോഷമാണ്. ഈ സമയത്ത് നമുക്ക് പ്രധാനമായും നമ്മളെ പിന്നോട്ട് വലിക്കുക, ഈശ്വരീനെ അകറ്റാനായിട്ട് ആ നെഗറ്റീവ് ശക്തികൾ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് ചുറ്റുമുള്ള ആ നെഗറ്റീവ് എനർജി നമ്മളെ ഈശ്വരനിൽ നിന്ന് പിൻവലിക്കുന്നതായി നമുക്ക് തോന്നും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ട്, അതായത് അതിലേക്ക് തന്നെ നമ്മൾ പോകും, ആ ചിന്തകളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് മനസ്സിൽ സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിൽ പോലും അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ ഗുരുവായൂർ ഒന്ന് പോയി വരാം. ഇത്ര ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ ഇത്ര മനസ്സിന് ഇത്ര വിഷമമല്ലേ, ഗുരുവായൂർ ഒന്ന് പോയി വരാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കൂ. എന്നിട്ട് അവിടെ ഒന്ന് പോകുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഓടിപ്പോയി അവിടെ നിന്ന് ഓടി വരികയല്ല വേണ്ടത്. അവിടെ നിന്ന് അവിടെ നാമങ്ങളൊക്കെ ചൊല്ലി എവിടെയെങ്കിലും ഒരു കോർണറിൽ നല്ലൊരു, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ഏരിയകൾ അവിടെ വളരെ, ഉദാഹരണത്തിന് കൂത്തമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായി. അതുപോലെ തന്നെ നമ്മൾ പലയിടങ്ങളിലും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല വീഡിയോകളിലും, അതുപോലെ അനുഭവത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കുറച്ച് നേരം നാമം ചൊല്ലുക, അല്ലെങ്കിൽ വെറുതെ റിലാക്സായി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എനർജി ഒന്നും കൂടെ നമ്മളൊന്ന് പുതിയ പുനരുജ്ജീവനം പോലെ നമുക്ക് തോന്നും. അപ്പോൾ പിന്നെ മഹാദേവനോ? ഉണ്ണി മഹാദേവൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് അങ്ങനെ ഒരു എനർജി വാരിയേഷൻ അല്ലെങ്കിൽ ഒരു കുറവ് തോന്നുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ 2 അമ്പലങ്ങളിൽ പോകാറുണ്ട്. ഒന്ന് ഗുരുവായൂരും പിന്നെ വടക്കുന്നാഥനിലും. ഗുരുവായൂർ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയിരിക്കുമ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ വെറുതെ പോയി തൊഴുത് ഓടി വരാതെ അവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം സ്വസ്ഥമായിരുന്ന് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ നാമം ചൊല്ലുകയോ, കുറച്ച് നേരം അവിടുത്തെ ആ ഒരു ഊർജം, നമ്മൾ കുറച്ച് നേരം പ്രാണായാമം ചെയ്യാമല്ലോ. അതായത് നമുക്കിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ ശ്വാസം വലിച്ചു വിടാം അവിടെ ഇരുന്ന്. അവിടുത്തെ ആ പോസിറ്റീവ് ഊർജം നമ്മൾ സ്വീകരിക്കുന്ന മനസ്സോടുകൂടി ആ ഒരു ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ പ്രാണവായുവിൽ ആ ഊർജം നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെ മൊത്തം നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും അതെത്തി എല്ലാറ്റിനും ഒരു റിഫ്രഷ്മെൻറ്റ് തരാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് എനിക്ക് വടക്കുന്നാഥനിൽ പോകുമ്പോഴും അങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മളവിടെ ഒരുപാട് പ്രദക്ഷിണം ചെയ്യാനൊക്കെ ഉണ്ട്. വലിയ അമ്പലമാണ്, കോമ്പൗണ്ടൊക്കെ വലുതാണ്. അപ്പോൾ അവിടെ നമ്മൾ നടന്ന് ആ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഒരു കാറ്റ് അവിടെ ഫീൽ ചെയ്യും. ആ കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന വലിയ മരങ്ങളുടെയൊക്കെ ഒരു പഴക്കമേറിയ മരങ്ങളുടെ ഔഷധ സസ്യങ്ങളും അതുപോലെ എല്ലാം നിറഞ്ഞ ആ ഗുണമുക്ത മരങ്ങളുടെ ആ ഒരു ഊർജം, അവയുള്ളത് കൊണ്ട് അവിടെയുള്ള ആ പ്രാണോർജം, ആ വായു, അതൊക്കെ വളരെ ശുദ്ധമാണ്. അതുമാത്രമല്ല അവിടെ ഭഗവാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവിടെയുള്ള ആ വായുവിനും അതുപോലെ വിശേഷമാണ്.
അപ്പോൾ അവിടെ അത്രയും ശുദ്ധീകരണവും എല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവ് ഊർജ്ജം തോന്നും. കുറച്ച് നേരം എവിടെയെങ്കിലും പോയിരിക്കുക, വടക്കുന്നാഥനിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കുറച്ച് നേരം ദീർഘശ്വാസം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാമം ചൊല്ലാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓറ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓറയ്ക്ക് നല്ല വ്യതിയാനം വരും. അതായത് അവിടെയൊക്കെ ഭഗവാന്റെ ഒരു അവിടെയൊക്കെ പോയിരുന്ന് ഭഗവാനെ ധ്യാനിക്കാൻ വളരെ നല്ല സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കത് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നതാണ്. നമുക്ക് പിന്നെ അമ്പലത്തിലൊക്കെ പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ പോയിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നും, നമ്മുടെ മനസ്സിന് റിലാക്സ് തോന്നും. അത് പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരിതാണ്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് തടയുക എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് അമ്പലത്തിൽ പോകാൻ തോന്നില്ല, അങ്ങനെ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കും ചില സമയത്ത്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് പുതിയൊരു എനർജി ആയിരിക്കും. പിന്നെ നമ്മളുടെ ചിന്തകളൊക്കെ നമ്മളുടെ ക്രിയാത്മകമായിരിക്കും. നമ്മൾ പോയി വരുമ്പോൾ ഇനി ഞാൻ അമ്പലത്തിൽ പോകും, അപ്പോൾ എനിക്ക് റിലാക്സ് ആവും, എനിക്ക് വഴി ഭഗവാൻ എന്തെങ്കിലും കാണിച്ചു തരുന്നൊക്കെ വീണ്ടും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പോയ പോലെ വരെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും വിഷമങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി അടുത്തന്നെയുള്ള ഒരു അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് എല്ലാ പൂജയൊക്കെ ചെയ്ത് ഭഗവാനോട് കുറച്ച് നേരം മനസ്സിൽ കണ്ണടച്ചിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ച് ആൽച്ചുവട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നിരുന്ന് കുറച്ച് നേരം നാമം ചൊല്ലോ ഒന്ന് മനസ്സ് കണ്ണടച്ചിന്ന് റിലാക്സായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പോകും. അത് എന്ത് വിഷമമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് തന്നെ ആയിക്കോട്ടെ, അതുവരെ ഭഗവാന് ക്ഷമിക്കാനും ഓർക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഗുരുതരമായ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക. ഗുരുതരമായ തെറ്റുകൾ ചെയ്യാതെ ചെറിയ ചെറിയ ഇതുകളും അതൊക്കെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. പിന്നെ നമ്മൾ അത്ര ക്രൂരമായിട്ടും വളരെ എത്ര ക്രൂരമായിട്ടും മറ്റുള്ളവർ ഉപദ്രവിച്ചും ദ്രോഹിച്ചും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഭഗവാൻ നമുക്ക് എത്ര പറഞ്ഞാലും മാപ്പൊന്നും തന്നൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.